ഹലോ ഗായ്സ്, ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവാണ്. ഒരു സാധനം സർപ്രൈസായിട്ടൊരു സാധനം വാങ്ങിക്കാൻ പോവാണ്. അപ്പോൾ നമുക്കതെന്താണെന്ന് നോക്കാം. ആരൊക്കെ ഞങ്ങളോട് പോകുന്നതെന്ന് അറിയണ്ടേ? കമോ. നീ വരുന്നില്ലേ ഞങ്ങളുടെ ഇവിടെ? മതി, ഒരുങ്ങ്, ഇതൊക്കെ മതി. അടുത്ത ആളുണ്ടല്ലോ, എവിടെ പോയി? നമ്മൾ എവിടെ പോവാ? നീ എവിടെ പോവാ? കൊല്ലത്ത് പോവാണോ? എന്ത് വാങ്ങിക്കാൻ പോവാന്ന് പറയണ്ട, അത് ലാസ്റ്റ് ഞാൻ കാണിക്കും. ഡ്രസ്സിങ്ങിലാണ്. 1:32 പോയേക്കാം. നമ്മള് കൊല്ലം എന്ന് പറഞ്ഞ മഹാനഗരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാ പോകുന്നതെന്ന് പറയല, സർപ്രൈസ് ആണ്. കൊല്ലത്തിനെ കുറിച്ച് പഴയ കൊല്ലം കണ്ടവനില്ല വേണ്ട, പക്ഷെ കൊല്ലം കണ്ടവന് വേറൊരു സാധനം വേണം. ആ സാധനം എന്താണെന്ന് നിങ്ങൾ കാണിക്കും. പറയരുത് അവന്റെ വസ്തു എന്ത് പറയരുത്. സസ്പെൻസ് നമ്മൾ കുറേ കാണിക്കുന്നതായിരിക്കും. ചരിച്ചെടുക്കുന്ന കാണുമ്പോൾ ഉള്ളാർത്തിയുള്ളൂ. വെളിയിലെടുത്തെറിയല്ലേ? ഞാൻ തരാം, വേണോ? തുത്തു ഒരു ഹായ് പറഞ്ഞേ. ഒന്നിട്ട് പറഞ്ഞേ, ഒരു ഹായ് കൂടെ പറഞ്ഞേ. വീട് കഴിഞ്ഞോ? ഭയങ്കര മോശണം. അങ്ങനെ ഗൈസ്, നമ്മൾ കുണ്ടറ 2ാം കുറ്റിയിലെത്തിയിരിക്കുകയാണ് ഗൈസ്. 2ാം കുറ്റി നമ്മളിപ്പോൾ തന്നെ സ്പോട്ടിലെത്തും. എല്ലാവരും ഉറങ്ങിയോ? ബേബി ചാപ്പി ഉറങ്ങിയോ? വെളിയില്ല.
വിളിച്ച് തന്നെ വേണ്ടേ വേണ്ട ഗൈസ്, അപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ നമ്മൾ പോയത് കൊല്ലത്ത് രണ്ടാംകുറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എവിടെ നമ്മൾ പോയിരിക്കുന്നത്? കുമാർ ഗാർഡൻസ്, കുമാർ നഴ്സറിയിലാണ് നമ്മൾ പോയത്. നമ്മൾ എന്തിനാണ് കുമാർ ഇങ്ങോട്ട് കാണിക്കുന്നത്? നമ്മൾ എന്തിനാണ് കുമാർ നഴ്സറിയിൽ പോയെന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഒരു സാധനം വാങ്ങിക്കാൻ, ഒരു ചെടി വാങ്ങിക്കാനാണ് പോയത്. അതെന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. പാട്ടെടുക്കല്ലേ? ഇതാണ് സാധനം. ഇതെന്താണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി? ചിലർക്ക് മനസ്സിലായി കാണും. ഇത് കുടംപുളിയാണ്. കുടംപുളി, ഇവിടെ ഞങ്ങൾ തോട്ടുപുളി എന്നും പറയും. ഇവിടെ ഇവര് തോട്ടുപുളി എന്ന ലോക്കൽസ് പറയുമെങ്കിലും ഇത് കുടംപുളിയാണ്. കുടംപുളി ഇത് സാധാരണ കുടംപുളിയെ പോലെ മരമാകുന്ന സാധനമല്ല. ഇത് നമുക്ക് വീട്ടുമുറ്റത്ത്, വീട്ടിൽ സ്പേസ് ഇല്ലാത്തവർക്ക്, അതുപോലെ തന്നെ ടെറസിൽ വെക്കാം, ചട്ടിയിൽ വെക്കാം, ഡ്രമ്മിൽ വെക്കാം. അപ്പം ഇത് ഗ്രാഫ്റ്റ് ചെയ്ത കുടംപുളിയുടെ തൈയാണ്. അതുകൊണ്ടാണ് ഇത് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി പോയത്. ഗ്രാഫ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല അവിടെ നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു നഴ്സറി ആയതുകൊണ്ടാണ് അവിടെ പോയി വാങ്ങിച്ചത്. അവരുടെ മദർ പ്ലാന്റ് ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവരതിൽ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്തത് കണ്ടോ. ഇവിടെ ഇത് സാധാരണ കുരുവിട്ട് കിളിപ്പിച്ച ഒരു തൈയാണ്. അകത്തി പിടിച്ചാൽ മതി. കുരുവിട്ട് കിളിപ്പിച്ച ഒരു തൈയിൽ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്തെടുത്താണ് മദർ പ്ലാന്റിൻ്റെ ഈ ഒരു ശിഖരം ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇതിൽ കണ്ടോ, ഇത്രയും ചെറിയ പ്ലാന്റ് ആയാലും ഇതിൽ മുട്ടിട്ടിരിക്കുന്നത് കണ്ടോ. അതാണ് ഇതിൻ്റെ ഗുണം. അപ്പോൾ ഇത് നമുക്കൊരു 2 വർഷം കഴിയുമ്പോഴത്തേക്കും ഇത് കായ്ക്കും. അപ്പം അങ്ങനെയുള്ള 2 പുളിയാണ് നമ്മൾ വാങ്ങിച്ചത്. അല്ല, 3 പുളി മൊത്തം വാങ്ങിച്ചത്. ഇതാ കാണിച്ചു. ഇതാണ് ബാക്കി 2 എണ്ണം. ഓക്കെ, ഒന്ന് മുരളിച്ചുള്ള, ഒന്ന് ഇവിടെ വെക്കാനുള്ളതാണ്. ഇതൂടെ കാണിച്ചു. ഇവിടെ അല്ല, കറക്റ്റായിട്ട് കാണാം. ഓക്കെ അല്ലേ? ഇപ്പോൾ ഒരെണ്ണം ഇതും കൂടെ 2 എണ്ണം, മൊത്തം 3 എണ്ണം വാങ്ങിച്ചു. ഇനി അടുത്തത് കാണിക്കാം. ഇത് പനിനീർ ചാമ്പയാണ്. പനിനീർ ചാമ്പ നമുക്കറിയാം. ഇത് സാധാരണ കുരുവിട്ട് കളിപ്പിച്ചിരിക്കുന്ന പനിനീർ ചാമ്പയാണ്. സാധാരണ പോലെ തന്നെ മരമാവും. അപ്പോൾ ഇത് ഒരെണ്ണം വാങ്ങിച്ചു. ഇതാണ് സ്പെഷ്യൽ ഐറ്റം. അമ്പഴാണോ? അല്ല, ഞാവൽപ്പഴാണോ? അല്ലല്ല, ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മെയിൻ സാധനമാണ്. ഇത് ഞാവലാണ്. ഞാവൽ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ പർപ്പിൾ കളറുള്ള ഞാവലല്ല, ഇത് വൈറ്റ് കളറാണ്. വൈറ്റ് ഞാവൽ എന്ന് പറയും. ഈ വൈറ്റ് ഞാവൽ നല്ല സാധനമാണ്. അപ്പം ഇത് നമ്മൾ ഒരെണ്ണം വാങ്ങിച്ചു. ഇതിന് ഏകദേശം നമ്മളിപ്പോൾ പറഞ്ഞ പുളിക്ക് ഏകദേശം ഒരു 200 രൂപ ഒരു തൈക്ക് വരും. ഇതിന് ഏകദേശം ഒരു 300 രൂപയോളം തൈക്ക് വില വരും. പിന്നെ നമ്മളവിടെ പോയി എടുക്കുമ്പോൾ ഡിസ്കൗണ്ടൊക്കെ കിട്ടും. അത് എവിടെയാണെന്ന് പറഞ്ഞായിരുന്നു ചേട്ടൻ? അതെവിടെയാണെന്നുള്ളത് ഞാൻ പറയാം. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് ഗ്രാഫ്റ്റ് ചെയ്ത തൈയല്ല, ഇത് ബഡ് ചെയ്തിരിക്കുന്ന തൈയാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ തണ്ട് വരുന്നത്. ഇതിൽ ഈ ഇവിടെ വെച്ച് നമ്മളിതുണ്ടോ ഇത് ബഡ് ചെയ്തിരിക്കും ഈ സാധനം. ഇത് ഏകദേശം ഒരു 2 അല്ലെങ്കിൽ 2.5 വർഷം നമ്മൾ നല്ലപോലെ വളമൊക്കെ ചെയ്ത് നട്ട് കഴിഞ്ഞാൽ 2.5 വർഷം കൊണ്ട് കായ്ക്കും. അപ്പോൾ ഇത് വൈറ്റ് ഞാവലേ. ഇത് നമ്മുടെ മാതള നാരകമാണ്. മാതളത്തിൻ്റെ സാധാരണ ഗ്രാഫ്റ്റ് ചെയ്തൊന്നുമല്ല, സാധാരണ തൈയാണ് മാതള നാരകം. നമ്മുടെ താരം. ഇതാണ് വേറെ സാധനം. ഇത് അവകാഡോ ആണ്. അവകാഡോ അറിയാമായിരിക്കും. ഇതൊരു വിദേശി ഫ്രൂട്ടാണ്. അപ്പം ഇതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത സാധനമാണിത്. ഇത് ഗ്രാഫ്റ്റ് ചെയ്താണ്. ഇവിടെയാണ് ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് മാർക്കറ്റിൽ കിലോയ്ക്ക് ഇതിൻ്റെ ഫ്രൂട്ട് എന്നായിരുന്നു വില അന്ന് വാങ്ങിച്ചപ്പോൾ? ഏകദേശം ഒരു 200 രൂപയ്ക്ക് മേളിൽ ഇതിന് വില വരും. 200 രൂപയ്ക്ക് മേളിൽ കിലോയ്ക്ക് വില വരും. ഇതിന് ഒരു ഫ്രൂട്ടിന് തന്നെ നല്ല വിലയുണ്ട്. അവകാഡോ നല്ല ഫ്രൂട്ടാണ്. നമുക്ക് ഐസ്ക്രീം പോലെ അതിനകത്തുനിന്ന് കോരി എടുത്ത് കഴിക്കാം അല്ലേ? അങ്ങനെയല്ല, അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് സാധനം. നമുക്ക് ഷെയ്ക്കൊക്കെ ഉണ്ടാക്കാൻ നല്ല അടിപൊളി സാധനമാണ്. ഭയങ്കര വിറ്റാമിൻസ് ഒക്കെ ഉള്ള സാധനമാണ്. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ല. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പം വെക്കാൽ നമ്മൾ നട്ട് വെളുത്ത് വരുമ്പോൾ അതിനെപ്പറ്റി പഠിച്ചാൽ മതിയല്ലോ. പക്ഷേ സാധനം അടിപൊളിയാണ്, ഞാൻ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത തൈയാണ്. ഇത് ഏകദേശം ഒരു 3 വർഷം കൊണ്ടൊക്കെ നല്ല രീതിയിൽ കഴിച്ചു വരും. ഇതൊന്നും അധികം പൊക്കം വെക്കാതെ
നമുക്ക് ചട്ടിയിലോ ഒക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന സാധനമായതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്രാഫ്റ്റ് മേടിക്കണം എന്ന് പറയുന്നത്. കുരു വിട്ട് കളിപ്പിച്ചതൊക്കെ എൻ്റെ വീട്ടിൽ നിൽപ്പുണ്ട്. പക്ഷെ അതൊക്കെ ചിലപ്പോൾ 5 വർഷമൊക്കെ എടുക്കും. 5 വർഷം 6 വർഷമൊക്കെ കായ്ച്ചാലായി, കായ്ച്ചില്ലെങ്കിലായി. ഇതെന്ന് പറഞ്ഞാൽ കായ്ക്കും, പെട്ടെന്ന് കായ്ക്കും, നമുക്ക് എളുപ്പത്തിൽ പറിച്ചെടുക്കാം. അതൊക്കെയാണ് ഇത്തരം തൈകളുടെ ഗുണം. അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അവിടെ പോയത്. സ്ഥലം ഒന്നുകൂടെ പറഞ്ഞുതരാം. സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ രണ്ടാംകുറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് ഏത് ഓഡിറ്റോറിയമായിരുന്നു? ശാരദ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്തുള്ള കുമാർ നഴ്സറിയിൽ നിന്നാണ് ഇത്ര സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചത്. അപ്പം അവർ മെയിനായിട്ട് അവർ ഒരുപാട് സാധനങ്ങൾ, അവർ ഈ മുളക്, കാന്താരി അങ്ങനെയുള്ള മുളകുകളില്ല, അതുവരെ അവർ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇതുപോലെ വെറൈറ്റി തൈകളാക്കി ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അതായിരുന്നു ഇന്നത്തെ നമ്മുടെ വിശേഷം. അത് വാങ്ങിക്കാനാണ് നമ്മളിന്ന് പോയത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.